മുനമ്പം കമ്മീഷന് തൽക്കാലം പ്രവർത്തനം തുടരാമെന്ന ഹൈക്കോടതിയുടെ നിർണായക ഇടക്കാല ഉത്തരവ്. കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ ജൂൺ മാസത്തിൽ വിശദവാദം കേൾക്കും. കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്ന ഉത്തരവ് സർക്കാരിന് ആശ്വാസമാണ്. നിശ്ചിത സമയത്ത് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. മുനമ്പത്തെ 600-ലധികം വരുന്ന താമസക്കാരുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ കമ്മീഷനായി സർക്കാർ നിയോഗിച്ചത്. എന്നാൽ വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിയമനം റദ്ദാക്കി. ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്ത ഡിവിഷൻ ബെഞ്ച് കമ്മീഷന് തുടരാമെന്ന് നിർദ്ദേശിച്ചു. ഇക്കാര്യം അനുവദിച്ചെങ്കിലും കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയത് നിയമപരമോ എന്നതിൽ ജൂൺ മാസത്തിൽ വിശദമായ വാദം കേട്ട് അന്തിമ ഉത്തരവ് പറയും. അതേസമയം മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ഹൈക്കോടതി ഉത്തരവിൽ ആശ്വസിക്കുകയാണ് സർക്കാർ. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സൃഷ്ടിച്ച സങ്കീർണത തൽക്കാലം പരിഹരിക്കപ്പെട്ടെന്നാണ് നിയമമന്ത്രിയുടെ പ്രതികരണം. അപ്പീലിൽ വാദം കേട്ട് വിധി പറയുന്നതിന് സമയമെടുക്കും എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വിധി വരുന്നത് വരെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം. ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കണം എന്നുള്ള ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിൽ വച്ചത് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് സഹായകരമാകും. സർക്കാർ നൽകിയ സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നടപടികൾ ഏതാണ്ട് പൂർത്തിയാകുന്നതായി അദ്ദേഹം അറിയിച്ചു. ഹിയറിംഗ് കഴിഞ്ഞായിരുന്നു, രേഖകളൊക്കെ മേടിച്ചായിരുന്നു. ഇനി കമ്മീഷൻ പഠിച്ച് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി പരിശോധിച്ച് ഗവൺമെൻറ് ഏത് രീതിയിൽ ഇവരെ സംരക്ഷിക്കണം വേണ്ടി വന്നാൽ എന്ന് പറയണം. സർക്കാർ വാസ്തവത്തിൽ 3 മാസം നീട്ടി തന്നായിരുന്നു. പക്ഷേ അതിലൊരു മാസം കൂടെ ഇപ്പോൾ നഷ്ടമായി. ഇനിയിപ്പം മെയ് 31 വരെയാണ് സമയം. അതിനു മുമ്പായിട്ട് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ മുനമ്പം വഖഫ് കേസിൽ മുനമ്പം നിവാസികൾക്ക് കക്ഷി ചേരാൻ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ അനുമതി നൽകി. ഫാറൂഖ് കോളേജ് നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. കേസിൽ നാളെ ട്രിബ്യൂണൽ തുടർവാദം കേൾക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, കോഴിക്കോട്.